ഞാനും വരാം. നിർത്ത്, ഇവിടെ ചൂണ്ടയിടാ. വെയില് താന്നു, നമുക്ക് പോകാം. കുറച്ച് മീൻ കൂടി പിടിച്ചിട്ട് പോവാ അങ്കിളെ. ഹായ്, വലിയ സ്രാവ് കിട്ടി അങ്കിളെ. സുന്ദരി, സുന്ദരി, കണ്ണു തുറക്ക്. സുന്ദരി, ഇങ്ങോട്ട് നോക്ക്. സുന്ദരി, സുന്ദരി, സുന്ദരി. സുന്ദരി, സുന്ദരി. നീ ഒരുപാട് വെള്ളം കുടിച്ചു, അതാ.
ഇവിടുത്തെ പിള്ളേരൊക്കെ നല്ല ചുവന്ന് തൊടുത്ത മാമ്പഴം പോലെ ആയിരിക്കുന്നേ. ഇതാ ഈ വീട് തന്നെയാ. എതിർത്ത് വലതുകാലം എടുത്തു വെച്ച് വന്നോളൂ. എന്താ മോളെ, സുഖം തന്നെയാണോ? എന്താ മാമ, കൊറേ നാളായില്ലേ ഈ വഴിക്കൊക്കെ കണ്ടിട്ട്? വയസ്സായില്ലേ, എപ്പോഴും വരാൻ കഴിയൂ. അതിരിക്കട്ടെ, നിന്റെ ജോലിയൊക്കെ എങ്ങനെ പോകും? നാട്ടിൽ ആണുങ്ങൾക്കാണോ പങ്യം? ആട്ടെ, ഇതാരാ കൂടെ? എന്റെ സുഹൃത്താ, മിലിറ്ററിയിലായിരുന്നു. ആള് വളരെ ഉഷാറായിട്ടുണ്ടല്ലോ. ഇതിലാരെയാ വേണ്ട? നീ തന്നെ എടുത്തോ. എന്റെ റേറ്റ് കൂടുതലാണല്ലോ. ഓ, അങ്ങനെയാണോ? ആ, സുന്ദർ മാമിക്ക് കൊടുക്ക്. ഇന്നാ വാ സാർ സാർ. എന്താ ആലോചിക്കുന്നേ? ബാറിൽ പോയിട്ട് കുടിച്ചില്ലെന്ന് പറഞ്ഞാലും കുടിച്ചെന്ന് തന്നെ അതിന്റെ അർത്ഥം. അകത്ത് പോയി കാര്യം സഹായിച്ചിട്ട് വാ സാറേ. ഞാനടുത്ത ബാറിക്കാണ്, അങ്ങോട്ട് വന്നേക്ക്. നാണിക്കാതെ വാനേ. ചിലവർക്ക് കട്ടിലാണ് ഇഷ്ടം, ചിലവർക്ക് താഴെ ഇഷ്ടാ. നിങ്ങക്ക് എങ്ങനെയാ? ഇതിന്റെ മുന്നേ പെണ്ണുങ്ങളെ കണ്ടിട്ടേ ഇല്ലേ? എന്താ ഇങ്ങനെ നോക്കുന്നെ? വാനേ, വാ. അതെ, കാശ് തന്നിട്ട് വെറുതെ നോക്കി കാണാണോ വന്നത്? വേഗം വന്ന ജോലി നോക്കി പോവാൻ നോക്ക്, വേറെ വലിയ കസ്റ്റമർ വരുന്നുണ്ട്. എടോ, എന്തെങ്ങനെ പിണങ്ങി പോന്ന്? പോവല്ലേ, തിരിച്ചു വാ. ഹലോ, ആരാ സംസാരിക്കുന്നത്? ആരെയാ വേണ്ടേ? ഫസ്റ്റ് ഇയർ BA പഠിക്കുന്ന അരുണിനൊന്ന് വിളിക്കൂ. ഒന്ന് വെയിറ്റ് ചെയ്യേ. ഫസ്റ്റ് ഇയർ BA പഠിക്കുന്ന അരുണുണ്ടോ? ഹലോ അരുൺ, അച്ഛാ, അച്ഛന് സുഖമല്ലേ? സുന്ദരി എങ്ങനെ ഇരിക്കുന്നു? അവളുടെ അമ്മയുടെ വീട്ടിൽ കൊണ്ട് വിടാൻ പോവാ മോനെ. അവൾ ഇവിടെ ഉള്ളത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. നീയാണെങ്കിൽ ഹോസ്റ്റലിലുമാണ്. അച്ഛാ, സുന്ദരി നമ്മുടെ വീട്ടിൽ സുരക്ഷിതയായിരിക്കും. അവളുടെ വീട്ടിൽ വല്ലാത്ത കഷ്ടപ്പാടാ. മാത്രമല്ല അച്ഛന് ആഹാരം ഉണ്ടാക്കാൻ അവള് വേണ്ടേ, അതുകൊണ്ട് അയക്കണ്ട. അതല്ല മോനെ. അച്ഛാ, അവള് കൊച്ചുകുട്ടിയാ. എന്തെങ്കിലും തെറ്റ് ചെയ്താൽ നിങ്ങൾ ക്ഷമിച്ചാൽ മതി. അരുൺ, ഞാൻ പറയുന്ന കേക്ക്. എനിക്ക് എക്സാമിന് പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞ ഉടനെ ഞാൻ വന്നേക്കാം. അതുവരെ സുന്ദരി നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ, പ്ലീസ്. മോനെ, അവളെ പ്ലീസ് അച്ഛാ, ഞാൻ പറയുന്നത് കേക്ക്. പിന്നീട് വിളിക്കാം. സാറേ, സൂക്ഷിച്ച്. മിലിറ്ററി ഇങ്ങനെ കുടിക്കല്ലേ, ആരോഗ്യത്തിന് ഹാനികരമായത്. എന്താകുന്ന ചാകൂ, ചാകട്ടെ. ഇപ്പോഴേ ഞാൻ ചത്താൽ അത് എല്ലാവർക്കും മോളെ, സാറ് കുറച്ച് ഓവറ. ഒന്ന് വിളിച്ചോട്ട് പോക്കെ. മോളൊരു രാജകുമാരിയാ. എന്റെ ചക്കരെ, എന്റെ മുത്തേ, നീ ഒന്ന് എണീറ്റ് നമുക്ക് വീട്ടിലേക്ക് പോവാ. ഞാൻ ചീത്തയാണ്, ദ്രോഹിയാണ്, മഹാപാവിയാണ്. ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ? ഇങ്ങനെ ഒച്ചുണ്ടൊക്കെ എല്ലാരെയും അറിയിക്കണോ? അകത്തേക്ക് വരൂ. ഞാൻ ജീവിച്ചിരിക്കാൻ പാടില്ല. ഞാൻ ചാകണം, ചാകണം, ചാകണം. അകത്തേക്ക് വരൂ. ഇല്ല മോളെ, ഞാൻ നിന്നെ കുറിച്ച് എന്റെ സ്വപ്നത്തിൽ പോലെ അങ്ങനെ വിചാരിച്ചിട്ടില്ല. പിന്നെ എന്തിനാ ഞാൻ അങ്ങനെയൊക്കെ ഒന്ന് മിണ്ടാതിരിക്കോ മോളെ? എന്നോട് ക്ഷമിക്കും മോളെ. നിങ്ങൾക്ക് പ്രാന്തായോ? ഒന്ന് എഴുന്നേൽക്ക്. പറ്റുന്നില്ല മോളെ, നിന്റെ കൂടെ കഴിഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുന്നില്ല. എനിക്ക് പേടിയാവുന്നു. ഞാൻ ജീവിച്ചിരുന്നാൽ എന്റെ മകന്റെ കുടുംബം തകർന്നു പോകും. എനിക്ക് വിഷം തന്നു കൊന്നേക്ക് പോലെ. അയ്യോ അയ്യോ, കരയരുത്. ഇത്ര വലിയ ആളായിട്ട് കരയാൻ പാടുണ്ടോ? എല്ലാം ശരിയാവും. ആദ്യം വന്ന് കിടന്നുറങ്ങും. ഞാൻ നല്ലവനല്ല മോളെ, ഞാൻ ചീത്തയാണ്. ഞാൻ ചീത്തയാണ്, ഞാൻ നല്ലവനല്ല. ഞാൻ നല്ലവനല്ല മോളെ, ഞാൻ ചീത്തയാണ്. അയ്യോ, നിന്റെ ജീവിതം തന്നെ ഞാൻ നശിപ്പിച്ചല്ലോ. അയ്യോ ആരും, നീ എന്നോട് ക്ഷമിക്കൂ. എന്നോട് ക്ഷമിക്കൂ. ശരി, ഉറങ്ങിക്കോ.